ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതാ ഈ വർഷത്തെ നമ്മളെ രണ്ടാമത്തെ നോമ്പും കഴിഞ്ഞു അല്ലേ. എത്ര വേഗമാണ് ഓരോ ദിവസങ്ങളും കടന്നു പോകണം. അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നും വീണ്ടും പറയണേ, എൻ്റെ സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല. ഇൻഷാ അല്ലാ വേഗം തന്നെ ശരിയാവുമെന്ന് വിചാരിക്കണം. നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഇന്ന് ഞാൻ നമ്മളെ നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലെ കുറച്ച് വിശേഷങ്ങൾ, ഫുള്ളായിട്ടൊന്നുമില്ല, കുറച്ച് മാത്രം വിശേഷങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യണത്. അപ്പോൾ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് കടന്നത്. ഇന്ന് പത്തിരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കിച്ചണിൽ കടന്നിട്ട് പത്തിരിക്കുള്ള വെള്ളം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ച്, അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ കപ്പ് വെള്ളമാണ് ഇട്ട് ഒഴിച്ചിട്ടുള്ളത്. ആ വെള്ളം ഒന്ന് നല്ലോണം തിളച്ച് വന്നാൽ അതിലേക്ക് ആവശ്യമുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ആ വെള്ളം എടുത്ത അതേ കപ്പിൽ തന്നെ 2.25 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കുറേശ്ശെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണ്ടത് ചെയ്യാനായിട്ട്. നല്ലോണം മിക്സായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ ഒരു വലിയ പാത്രം എടുത്തിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊടിയിലിട്ട് കൈയിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. നല്ലോണം സോഫ്റ്റാണ് തരത്തിൽ തന്നെ ഇത് കുഴച്ചെടുക്കണം. ആ ഒരു ചെറിയ ചൂടിൽ വെച്ചിട്ട് തന്നെ വേണ്ട ഇങ്ങനെ കുഴച്ചെടുക്കാനായിട്ട്. നല്ലോണം സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഓരോരോ ബോൾസായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഇതുപോലെ എല്ലാ ബോൾസും ആക്കിയിട്ടുണ്ട്. ഞാനിതുപോലെ പത്തിരി പ്രസ്സിൽ ഇതുപോലെ കവർ കെട്ടുട്ടാ. എത്ര പറക്കാത്ത പ്രസ്സാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നൈസായിട്ടുള്ള പത്തിരി കിട്ടും. അതിൻ്റെ മേലെ ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊടി തട്ടി കൊടുത്തിട്ട് മാറ്റി വെച്ചാൽ മതി. ഞാനിതിന് വേണ്ടിയിട്ട് എഗ്ഗ് കറി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അതിൽ കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ എല്ലാ പത്തിരിയും പരത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി, കാരണം പത്തിരിയുടെ പൊടികളൊക്കെ ഉണ്ടായിരുന്നു നിറയെ. ഇനി നമുക്ക് ആ പത്തിരി ഒന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ല ഹൈ ഫ്ലെയിമിലിടുക. അതിനുശേഷം പത്തിരി ഇട്ടിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പത്തിരി നല്ല പൊള്ളച്ചിട്ട് വരും കേട്ടോ. പത്തിരി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഞാനൊരു ബ്രെഡ് റോൾ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചിക്കനൊന്ന് നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടൊരു ഇതുപോലെ ഒരു 3 ചെറിയ ഒനിയനാണ് എടുത്തിട്ടുള്ളത്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലോണം കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ അതാ ഞാൻ ആ 3 ഒനിയനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 പച്ചമുളകാട്ട് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയൻ ഉണ്ടല്ലോ, അതിട്ടിട്ടൊന്ന് നല്ലോണം വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇളക്കി കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ചിക്കനൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ആ ഓയിലിൽ ഉള്ളി ഇട്ട് വഴറ്റാം കേട്ടോ. ആ ഉള്ളി വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ഒന്ന് മിസ്സായിപ്പോയി. പിന്നെ ഞാൻ ഇതുപോലെ ആ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇതുപോലൊക്കെ ഒന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ ഒന്ന് നല്ലോണം വേവിച്ചെടുക്കുകയാണ്. ഈ സമയത്തൊക്കെ ഞാൻ അപ്പുറത്ത് പത്തിരിയും ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ചിക്കനൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഉള്ളിയും ചിക്കനൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക. ഈ സമയം കൊണ്ട് എൻ്റെ പത്തിരി ചുടൽ കഴിഞ്ഞു.
ഇനി ഞാൻ ഈ മസാലയ്ക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതാ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേറെ മസാലപ്പൊടികളും ചേർത്തില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പം നമുക്കിനി എങ്ങനെ ഇത് ബ്രെഡിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 8 ബ്രെഡ് ആട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ആ ബ്രൗൺ കളർ ഉണ്ടല്ലോ, ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ കുഴലുകൊണ്ട് ഇത് നല്ലോണം പരത്തി കൊടുക്കുക. അതിനുശേഷം അതിന് സെൻട്രലായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ അതിന് മേലെ കുറച്ച് ചീസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ തിരിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്തിട്ട് അത് ഒട്ടുന്നില്ലെങ്കിൽ ആ സൈഡിൽ കുറച്ചൊന്ന് വെള്ളം നനച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ളതും കൂടിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഞാൻ കുറച്ച് പൊട്ടാറ്റോ ബജ്ജിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പൊട്ടാറ്റോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം. അതിന് വേണ്ടി ഞാനിപ്പോൾ 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ചെറിയ ഉള്ളി നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിച്ചപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം കട്ട കെട്ടാണ്ട് മിക്സാക്കി എടുക്കുക. അധികം തിക്കാവാനും പാടില്ല, അതുപോലെ തന്നെ അധികം ലൂസ് ആവാനും പാടില്ല കേട്ടോ. ഇതൊരു അരമണിക്കൂർ നേരം സെറ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള റോൾ ഉണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് റസ്ക് പൊടിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് ആദ്യം ഒന്ന് ഈ എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ റസ്ക് പൊടിയിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. റസ്ക് പൊടി ഒന്ന് നല്ലോണം കവർ ആവണം ഈ ബ്രെഡിൽ. ഇനി നമുക്കിതെങ്ങനെ ഫ്രൈ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഓയിൽ ഒടിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും ചെയ്യും കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെ ബ്രെഡ് റോളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടാറ്റോ ബജി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ പാന് വെച്ച് ഓയിൽ ചൂടായതിനു ശേഷം ഇതുപോലെ ഓരോ പൊട്ടാറ്റോ എടുത്തിട്ട് ആ മാവിലൊന്ന് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം മാവ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് തന്നെ ഈ പൊട്ടാറ്റോ ഒക്കെ നല്ലോണം പൊന്തി വരും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ സമയത്ത് ഇതാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആളാണ് ഇത്. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതാ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാണ്ട്, അതുപോലെ തന്നെ ഒന്ന് ജ്യൂസ് ഉണ്ടാക്കാണ്ട്. അപ്പോൾ ഒക്കെ ഇന്നലെ ഷോപ്പിൽ പോയിട്ട് വരുമ്പോൾ മേടിച്ചു കൊടുന്നുള്ള ഓമക്കായ കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഓമക്കായ എന്നാണ് പറയുക ഇതിന്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെക്കുകയാണ്. അപ്പം ഞാനിന്ന് ഇതൊക്കെ ഒന്ന് നല്ലോണം ക്ലീനാക്കി വെക്കട്ടെ. തോലൊക്കെ കളഞ്ഞ് അതുപോലെ തന്നെ കുരുവൊക്കെ കളഞ്ഞിട്ട് കുറേ കാലമായിട്ടോ ഇതുപോലെ ഓമക്കായ കഴിച്ചിട്ടൊക്കെ. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ആപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് പിന്നെ ഞാൻ വേഗം ഒന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ വിചാരിച്ചു.
ഇതെന്താണെന്നറിയാം, നിങ്ങൾക്ക് പാഷൻ ഫ്രൂട്ടാട്ടോ. ഇത് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉമ്മ ആക്കി തന്നതാണ്. ഇതുപോലെ കുറേ കാലം നാശാവാതിരിക്കുമ്പോട്ട് ആക്കി തന്നതാണ്. ഇപ്പോൾ ഇതുവരെ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനതായിട്ട് ഇന്നൊരു ജ്യൂസ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം ഞാനതൊരു ജാറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മധുരത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ജ്യൂസ്. അപ്പോഴത്തേനും ഇതാ ബാങ്ക് കൊടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ നോമ്പൊക്കെ തുറക്കുകയാണ്. ഞങ്ങൾ ഈ സമയത്തല്ല കേട്ടോ പത്തിരി ഒന്നും കഴിക്കുക. ഈ സമയത്ത് ഇതുപോലെ എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കഴിക്കും. പിന്നെ കുറച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പത്തിരിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുള്ളൂ. അപ്പം അതൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മോളൊക്കെ ഇവിടെ നല്ല കളിയൊക്കെ തുടങ്ങി. ആ സമയം മോനിക്കിവിടെ പേപ്പർ വർക്കൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളതൊക്കെ. അപ്പോൾ ഞങ്ങളിരുന്നിട്ട് അതൊക്കെ ഒന്ന് ചെയ്യാണ്. ഇതൊക്കെ കഴിയുമ്പോഴത്തേനും ഒത്തിരി സമയമായി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാനൊക്കെ ഇരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.